അമ്മ ഹോസ്പിറ്റലായിരുന്നു ഒരു കോലത്തിൽ. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു നെഗറ്റീവ് കമന്റ്, ഫസ്റ്റ് നെഗറ്റീവ് കമന്റ് കിട്ടിയ സെലിബ്രേഷൻ ആയിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് മാത്രമേ എന്റെ സൗണ്ടും സംസാര രീതിയൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ കാണുന്ന എല്ലാ യൂട്യൂബേഴ്സിനും നമ്മളെ പേഴ്സണലി അറിയില്ല. അപ്പൊ അവരായിരിക്കും നമ്മളിങ്ങനെ എന്താ പറയാ സ്ക്രിപ്റ്റ് ചെയ്ത് ഡയലോഗ് എഴുതി വെക്കാനേ പറ്റും. സംസാരം എത്രത്തോളം സ്ക്രിപ്റ്റ് ആക്കി എടുക്കാൻ പറ്റുമെന്നാണ്. കാരണം കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അത് ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ. അപ്പൊ എന്തായാലും എനിക്കിത് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒരു കമന്റ് കഴിഞ്ഞ ദിവസം വന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ സങ്കടം തോന്നി. പക്ഷെ സെക്കൻഡ് അത് പോയി. കാരണം നമ്മൾ അറിയാത്ത ഒരാൾ നമ്മളെ പറ്റി പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് ഫീൽ ആവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇപ്പൊ ഇതിനോട് നമ്മുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ചോദിക്കാം. അപ്പൊ എന്തായാലും അമ്മ പറയുവാണ് ഇങ്ങനെ സൗണ്ട് കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ ഇനി വീഡിയോ ഇടണ്ടെന്ന് അമ്മ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഇടത്തില്ല. അയ്യോ ഇനി നിർത്താൻ പറയൂ. എന്തായാലും നമുക്ക് അമ്മയെടുത്ത് കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും അമ്മയെടുത്ത് ചോദിച്ചു നോക്കാം. ഞാൻ വെറുതെ കാര്യം ചോദിക്കും. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഈ യൂട്യൂബിൽ ഷോർട്സ് ഇടുമല്ലോ. അപ്പം അതില് ആദ്യമായിട്ട് എനിക്ക് നെഗറ്റീവ് കമന്റ് വന്നു. എന്ന് വെച്ചാ എന്റെ സൗണ്ട് കേട്ടിട്ട് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്താണല്ലോ ഇടുന്നത്. വീഡിയോ എടുത്തിട്ട് പിന്നീടാണ് വോയിസ് കൊടുത്തിടുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് ഒരു ചേച്ചിയാണ് ഇട്ട്, ഇയാളെ സൗണ്ട് കേൾക്കാനും കൊള്ളൂല, സംസാരിക്കണം കേൾക്കാനും ഒരു രസമില്ല, പിന്നെ എന്തിനാണ് വെറുതെ വീഡിയോ ഇടുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിനോട് എന്താണ് പറയാൻ? അത് ആൾക്കാരെ സൗണ്ട് കേട്ടും വീഡിയോ എല്ലാം ഓരോ കാര്യം മനസ്സിലാക്കിയാണ് ചെയ്യാനുള്ളത്. അല്ലാതെ സൗണ്ട് പലർക്കും പല സൗണ്ടാണ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ അത് ഒരാളിന്റെ ഇഷ്ടത്തിനൊത്ത് സംസാരിക്കാനും പ്രവർത്തിക്കാനും പറ്റില്ല. ഞാൻ അപ്പൊ ഈ സൗണ്ട് ഇങ്ങനെ പ്രശ്നമായിട്ട് വീഡിയോ ഇടാതിരിക്കണം. കുഴപ്പമില്ല. ആരെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റൂല. അവനവന് ദൈവം തന്നിരിക്കണ ഇതിലേ പറ്റുള്ളൂ. എനിക്കായിരുന്നാലും നിനക്കായിരുന്നാലും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ.